കുട്ടികളിലെ ക്യാൻസർ ലക്ഷണങ്ങൾ. ലോകത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കുട്ടികൾക്ക് ക്യാൻസർ രോഗമുണ്ടായാൽ അത് അവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളിലൂടെ ഒരു പരിധിവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത്തരം ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. 1. ക്ഷീണം. ആവശ്യത്തിന് വിശ്രമിച്ചിട്ടും കുട്ടികൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇത് കുട്ടികളിൽ ക്യാൻസറിനുള്ള മുന്നറിയിപ്പായിരിക്കാം ചിലപ്പോൾ നൽകുന്നത്. ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ ചെറുക്കാൻ പ്രതിരോധ സംവിധാനം കൂടുതൽ പ്രയത്നിക്കുന്നതാണ് ഈ ക്ഷീണത്തിൻ്റെ പ്രധാന കാരണം. ഇത് കുഞ്ഞുങ്ങളുടെ ഊർജത്തെ നശിപ്പിക്കുകയും ക്ഷീണമുണ്ടാക്കുകയും ചെയ്യുന്നു. 2. ഭാരം കുറയുക. പെട്ടെന്ന് ഭാരം കുറയുന്നത് ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നാണ്. ക്യാൻസറിൻ്റെ മാത്രമല്ല പല രോഗങ്ങളുടെയും ലക്ഷണമാണ് വേഗത്തിൽ ഭാരം കുറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭാരം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. ഇത് രോഗത്തിൻ്റെ കാരണമാകാം. പ്രത്യേകം പരിചരണത്തിലൂടെ കുഞ്ഞുങ്ങളുടെ മിക്ക ക്യാൻസറുകളും വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 3. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. മുതിർന്നവരായ ക്യാൻസർ രോഗികൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനാൽ കുഞ്ഞുങ്ങൾക്ക് നിരന്തരം ഈ പ്രശ്നമുണ്ടായാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. കുട്ടിക്ക് സാധാരണയായി ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ ഉണ്ടെങ്കിലും എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഛർദി, മലബന്ധം, വയറിളക്കം, ഗ്യാസ്, വയറുവേദന, വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെടാം. 4. സ്ഥിരമായുള്ള തലവേദന. ചില കുട്ടികൾക്ക് സ്ഥിരമായി തലവേദന അനുഭവപ്പെടാറുണ്ട്. എല്ലാ തലവേദനകളും ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കണമെന്നില്ല, എന്നാൽ ചിലത് അങ്ങനെയുമാകാം. പ്രത്യേകിച്ച് രാവിലെ സമയത്തുള്ള തലവേദന പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഥിരമായി കുഞ്ഞ് ഇത്തരത്തിൽ തലവേദന അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, തലവേദന കുട്ടിയുടെ മാനസികാവസ്ഥയും മോശമായി ബാധിച്ചേക്കാം. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവരുടെ ദൈനംദിന കാര്യങ്ങളെപ്പോലും മോശമായി ബാധിക്കും. 5. താൽപ്പര്യം നഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് പുറത്തു പോകുന്നതും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയുമായൊക്കെ കാണുന്നതുമൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം. എന്നാൽ പെട്ടെന്ന് പുറത്തു പോകുന്നതിനോട് ഇഷ്ടക്കുറവ് വരികയും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. മുൻപ് ആസ്വദിച്ചിരുന്ന ഡ്രോയിങ്, ഗെയിമുകൾ, സൈക്ലിംഗ് അല്ലെങ്കിൽ പസിലുകൾ പോലെയുള്ള പ്രവർത്തനങ്ങളിലെല്ലാം താരതമ്യേന താൽപ്പര്യമില്ലായ്മ ഒക്കെ കണ്ടാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഈ സ്വഭാവ മാറ്റത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്താൻ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് പ്രധാനമാണ്. രോഗങ്ങളെ ശരിയായി കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ശ്രമിക്കണം. നേരത്തെ രോഗം കണ്ടെത്തിയാൽ ചികിത്സയും രോഗമുക്തിയും വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കും. ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Ethnic Health Code in Public Interest.